കുംഭമേള അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സിനിമാ രംഗത്തു നിന്നൊക്കെ നിരവധി പ്രമുഖരാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് എത്തിയത്. ഇന്നിപ്പോൾ അനൂപ് ശങ്കർ എന്ന ഗായകൻ കൂടെ എത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് സിനിമാ രംഗത്തു നിന്ന് ഒരുപാട് പേരെത്തി. ഗായകനായിട്ടുള്ള ഒരാൾ ഇവിടേക്ക് ആദ്യം എത്തുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്തരീക്ഷം? കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനറിയ മണൽ തരികളെ. കേരള പഴമചരിതം എഴുതിയ ഭാരതപ്പുഴ വീണ്ടും ആ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരുപാട് സന്തോഷം, അഭിമാനം ഈ കാഴ്ച കണ്ടിട്ട്, ഈ മഹാനിള ആരതി കണ്ടിട്ട്. ഇത് പ്രാപ്തമാക്കിയ ആനന്ദവനം മഹാരാജിന് ഏറെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ജൂനാഖാഡയിലെ ഒരുപാട് സന്യാസിമാർ, അതോടൊപ്പം ഇന്ത്യയിലെമ്പാടും നിന്നുള്ള ഒരുപാട് സന്യാസി ശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പൂർണ്ണമഹാകുംഭിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിനു മുമ്പ് അർദ്ധമഹാകുംഭിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ തത്തുല്യമായ ഒരു പ്രതീതിയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. വാരണാസിയിൽ നിന്ന് വൈദിക ശ്രേഷ്ഠർ എത്തി നിള ആരതി ചെയ്യുകയും ചെയ്തു. ഒരുപാട് സന്തോഷം, അഭിമാനം. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ. ഒരു 5000-10,000 പേരെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ധർമ്മധ്വജം ഉയർത്തിക്കൊണ്ട് ഗവർണർ പറഞ്ഞത് സനാതന ധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ്. അത് തന്നെയാണോ ദൃശ്യമാവുന്നത്? തീർച്ചയായിട്ടും അത് സനാതന ധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമ്മുടെ മണ്ണിലുണ്ട്, മനസ്സിലുണ്ട്. അത് പ്രകടമാക്കാൻ ഒരു ഒത്തുചേരലായിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം അത് നാവാകുന്നതിൻ്റെ മണ്ണിൽ കാണാൻ സാധിക്കുന്നതിൽ അഭിമാനം. മൂർത്തി സംഗമമാണ്. അപ്പം ഇവിടെ വെച്ച് ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഗാനം ഏതാ? തീർച്ചയായിട്ടും ദേവരാജസേവ്യമാന പാവനാംഘ്രി പങ്കജം വ്യാലയജ്ഞസൂത്രമിന്ദുശേഖരം കൃപാകരം നാരദാദിയോഗി വൃന്ദവന്ദിതം ദിഗംബരം കാശികാപുരാദിനാഥ കാലഭൈരവം ഭജേ. ഒരുപാട് നാളെ കൂടെ ഉള്ളൂ. ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് വരാനിരിക്കുകയാണ്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് വന്ന് അനുഭവിച്ചറിയുക, അതിൽ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. ഇത് ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ജനം മാത്രമാണ് അതിനൊരു മുൻകൈ എടുത്തത്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. അതിലൂടെ ഒരുപാട് പേർ ഇത് കണ്ടറിഞ്ഞ് വരുന്നുണ്ട്. 10,000 പ്രതീക്ഷിച്ച സ്ഥലത്ത് ലക്ഷങ്ങളാണ് വരുന്നത്. ഇനിയും അത് നാളെ നമ്മുടെ പരിപാവനമായ സ്നാനം നടക്കുകയാണ്. ഫൈനൽ ഡേ ആണ്. അപ്പോൾ അതിൽ വന്ന് പങ്കെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഏതായാലും അതുതന്നെയാണ്. ഏതായാലും നാളെ അമൃത സ്നാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. നാളെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, തിരുനാവായ.